എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലക്കും നമ്മുടെ ഹീറോ ആസ്തയും പ്രിൻസസ് പെണ്ണും അവർ മൂന്ന് പേരും ഒറ്റക്കെട്ടായി നിന്ന് പ്ലാൻ ഉപയോഗിച്ച് ഇപ്പോൾ ആ ഒരു ലോട്ടസ് വില്ലനെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. താഴെ വീണ അവന്റെ രണ്ട് കൈകളും റിറ്റ്സും എല്ലാം തന്നെ അങ്ങനെ തകർന്നു പോവും. ഓ നോ, അങ്ങനെ ഒരു അറ്റാക്ക് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. മാത്രമല്ല, ഒരു സാധാരണ പയ്യന്റെ കയ്യിൽ ഇത്രയും വലിയൊരു സ്വാഡ് അതെനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവരുടെ കയ്യിൽ പെട്ടുപോകുന്നതിനെ കഴിഞ്ഞ് നല്ലത് മരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്നെ ഞാനങ്ങനെ മരിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഫോഗ് ഉപയോഗിച്ച് ഒരു വണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൽ കയറിയിരിക്കും. അവൻ ആ വണ്ടിയിൽ കയറി രക്ഷപ്പെടുന്ന കണ്ട ആസ്തയാണെങ്കിൽ അവന്റെ പിന്നാലെ ഓടും. നിക്കടാ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് സ്വാഡുമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ പിന്നാലെ പോവും. അതേസമയം ലോട്ടസിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി വില്ലന്മാരും നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ലക്കാണെങ്കിൽ ഇല്ല, ഒരിക്കലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. ലക്കാണെങ്കിൽ അവന്റെ ക്ലോസ് എത്തേണ്ട താമസം അവൻ വീണ്ടും ഫോഗ് വെച്ച് അറ്റാക്ക് ചെയ്ത് ലക്കിനെ തെറിപ്പിച്ച് കളയാണ്. ആസ്തയാണെങ്കിൽ ഓടി വരും. ആ ദുഷ്ടൻ അവൻ രക്ഷപ്പെട്ടോ? അതിന് ലക്ക് പറയും, ഇത്തവണ അവൻ രക്ഷപ്പെട്ടോട്ടെ, നമ്മുടെ മിഷൻ ആക്ച്വലി അവനെ പിടിക്കുക എന്നതല്ലല്ലോ, എത്രയും വേഗം ആ ട്രഷർ അത് കണ്ടെത്തുക എന്നതാണ്. പക്ഷെ നല്ല രീതിയിൽ ഒരു മാജിക് പവർ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ലോട്ടസും ടീമും അവരെന്തിനാണ് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത് എന്നതാണ്. അത് കേട്ട് അവസ്ഥയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് നമ്മൾ തലമുണ്ടാക്കണ്ട, എത്രയും വേഗം നമുക്ക് ആ ട്രഷർ കണ്ടെത്തുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ മെയിൻ ലോട്ടസ് വില്ലനെയും അവന്റെ അസിസ്റ്റൻസിനെയും കാണിക്കുകയാണ്. അവരെല്ലാവരും ആ വണ്ടിയിലേക്ക് എത്തി. ആ ലോട്ടസ് വില്ലൻ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ട്രഷർ ഹൗസിലേക്ക് എത്താൻ കഴിയില്ല, മറ്റെന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തി അവിടേക്ക് എത്തണം. പക്ഷേ എനിക്ക് മോറിസിൽ വിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും മോറിസ് ആ ഒരു ട്രഷർ അത് കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം ഇവിടെ നെറ്റിയിൽ ജെം സ്റ്റോൺ ഉള്ള ആ ഒരു മോറിസിനെ കാണിക്കും. അവനങ്ങനെ ടെററായിട്ട് യുനോയ്ക്കെതിരെ അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ സീനിയർ ആണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും, ഇവനെക്കുറിച്ച് എനിക്കറിയാം, ഇവന്റെ പേരാണ് മോറിസ്. അവന്റെ നെറ്റിയിലുള്ള ആ ജെം സ്റ്റോൺ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഡയമണ്ട് കിങ്ഡത്തിലുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിച്ച് അതിലാരാണോ സസ്റ്റെയിൻ ചെയ്യുന്നത് അവർക്ക് ഈ ഒരു ജെം സ്റ്റോൺ കൊടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുത്തനാണ് ഇവനും. ഇവൻ വളരെയധികം പവർഫുൾ ആണ്. ആ സീനിയറിനാണെങ്കിൽ അവനോട് തന്നെ ഒരുപാട് പുച്ഛം തോന്നുകയാണ്. അവൻ ഓൾറെഡി നമ്മുടെ ഒരു ടീംമേറ്റിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും നേരവും ജൂനിയർ ആയിട്ടുള്ള യൂനോ ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തത്. ഇനി ഈ നാണം കെട്ട് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഉറപ്പായാലും ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് വരും. അവനെ ഞാൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് വലിയ എന്തോ ഒരു സ്വാഡ് അത് പുറത്തേക്കെടുക്കും. അവനാണെങ്കിൽ വലിയൊരു പവർ ആ വില്ലന് നേരെ ഉപയോഗിക്കുമെങ്കിലും യോനോ ആണെങ്കിൽ അത് തടയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ആ പവർ അവൻ ആ വില്ലന് നേരെ അയച്ചിട്ടുണ്ടാവും. പക്ഷെ ഞൊട്ടിയടയിൽ ആ വില്ലനാണെങ്കിൽ അവന്റെ ക്ലൗൺ പവർ ഉപയോഗിച്ച് അതങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉടനെ ആ യോറിസ് വില്ലനാണെങ്കിൽ വലിയ സ്വാഡ് അതുപയോഗിച്ച് ഇപ്പൊ യൂനോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൻ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് അങ്ങനെ മാറിപ്പോവെങ്കിലും ആ വില്ലനാണെങ്കിൽ വിടാതെ യൂനോയെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. യൂനോ ആണെങ്കിൽ അവന്റെ മാജിക് പവർ ഉപയോഗിച്ച് ഇപ്പൊ മോറിസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും മോറിസ് ആണെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. നിന്റെ മാജിക് പവർ നന്നായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും നിനക്കൊരു പോറൽ പോലും എൻ്റെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ യൂനോയെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും. കട്ട് ചെയ്ത യൂനോ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ യൂനോ ആണെങ്കിൽ ആസ്തയോട് പറയും, ഇതുപോലെയൊന്നും ട്രെയിനിങ് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിന് ആസ്ത പറയും, അതിന്റെ ആവശ്യമുണ്ട്, നീ എന്നെ ഒരടി അടിച്ചാൽ തീർച്ചയായിട്ടും ആ അടി നിനക്ക് ഞാൻ തിരികെ തന്നിരിക്കുന്നു പറഞ്ഞ് ആസ്ത യുവനോട് പിന്നാലെ ഓടുകയാണ്. അടുത്ത നിമിഷം അവന്റെ വിൻ പവർ ഉപയോഗിച്ച് അവൻ ആസ്തയെ ദൂരേക്ക് പറപ്പിക്കും. ആസ്തയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ, ഇല്ല ഞാൻ നിർത്തില്ല, വീണ്ടും വീണ്ടും പോരാടിക്കൊണ്ടേയിരിക്കുമെന്ന് പറയും. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് യുവനോ ആണെങ്കിൽ ഇപ്പോൾ ആ വില്ലന്റെ നേർക്ക് വരികയാണ്. അതിന് ആ വില്ലൻ പറയും, നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല, ദയനീയമായിട്ട് നീ പരാജയപ്പെടുകയുള്ളൂ. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല, തോറ്റു തരാൻ എനിക്ക് മനസ്സിലാന്ന് യുവനോ പറയുമ്പോൾ അവനാണെങ്കിൽ ആ സ്വാഡ് യുവനോയ്ക്ക് നേരെ വലിച്ചെറിയും. യുവനോ ആണെങ്കിൽ വിൻഡിമേജ് പവറൊക്കെ ഉപയോഗിക്കുമെങ്കിലും പക്ഷെ ആ സ്വാഡിന്റെ പവർ വളരെ കൂടുതലാണ്. അത് അവന്റെ നേർക്ക് ചേറി പാഞ്ഞു വരും. യുവനോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു വില്ലനാണെങ്കിൽ അവന്റെ ക്ലോസ് എത്തി വലിയ സ്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ അവനെ വെട്ടാൻ ശ്രമിക്കും. അത് കണ്ട നമ്മുടെ ആസ്ത അവൻ ചാടി വീണ് ആ സ്വാഡ് അങ്ങനെ 2 പീസാക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഓപ്പണന്റായ യുവനോയെ നീ അറ്റാക്ക് ചെയ്യും. ഇവനെ ഞാൻ ആർക്കും വിട്ടു തരില്ല. യുവനോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത് നിന്നെപ്പോലെ ആവാനാണ്, എന്നിട്ട് ഈ നിസാറിന് മുൻപിൽ നീ തോറ്റു കൊടുക്കുകയാണോന്ന് ഇപ്പൊ ആസ്ത അവനോട് ചോദിക്കും. ഉടനെ യൂനോ ആണെങ്കിൽ ആസ്തയോട് ദേഷ്യപ്പെടും, നീ എന്തിനാണ് ഈ ഫൈറ്റിൽ കയറി ഇടപെട്ടത്? ഞാൻ അവനെ തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അത് കേട്ട് ആസ്തയാണെങ്കിൽ ദേഷ്യപ്പെടും, നീ കള്ളം പറയാണ്, എനിക്കിത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യാം. ഇവനെ ആരാണ് ഇല്ലാതാക്കുന്നത് നമുക്ക് നോക്കാമെന്ന് പറയും.
ഇവിടെ സീനിയർ ആണെങ്കിൽ അത്ഭുതപ്പെടും. ഇത്രയും പവർഫുള്ളായ ഞങ്ങൾക്ക് അവനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ബ്ലാക്ക് ടീമിലുള്ള ആസ്തയെ കൊണ്ട് അവന്റെ അറ്റാക്ക് തടയാൻ ഈസി ആയിട്ട് സാധിച്ചു. ഇത് ശരിക്കും അവിശ്വസനീയമാണ്. ആ വില്ലനാണെങ്കിൽ വീണ്ടും അവർക്ക് നേരെ കുതിച്ചു വരുമ്പോൾ ലക്കാണെങ്കിൽ അവനെ അടിച്ച് താഴെയിടും. അത് കണ്ട സീനിയർ ഞെട്ടും. ഈ ബ്ലാക്ക് ടീമിലെ മൂന്നാമത്തെ മെമ്പർ അത് ഇവനായിരുന്നോ? എക്സാം ടൈമിൽ തന്റെ ഓപ്പണന്റിനെ അടിച്ചു കൊന്നുകളഞ്ഞ ലക്ക്. ഇവനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയമാണ്. ഓ നോ, ഇവരെ പോലെയുള്ളവരെല്ലാവരും ചേർന്നാണല്ലോ എന്നെ സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അതേസമയം നമ്മുടെ പ്രിൻസസ് പെണ്ണാണെങ്കിൽ അവളുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരികയാണ്. ഞാനിതിൽ പരാജയപ്പെട്ടു പോയി. സത്യത്തിൽ എനിക്ക് ഈ ടീമിൽ ചേരാനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് പ്രിൻസസിന്റെ ഫ്രണ്ട് അവളോട് പറയും. അതിനവൾ പറയും, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. പുറകിൽ കൂടെ അപ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് ചെയ്ത ആരും അതിൽ വീണു പോകും. നീ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് നിന്നെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവന്റെ കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ വാട്ടർ പവർ ഉപയോഗിച്ച് അവളുടെ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആ വില്ലിന് നേരെ തിരിയും. അവനിപ്പോ നമ്മുടെ ആൾക്കാരോട് എല്ലാവരോടും പറയും, വീക്കായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ജീവിച്ചിരിക്കാനായിട്ട് യോഗ്യരായവരല്ല. അവരെ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ ഒരുപാട് ക്ലൗൺസുകളെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. മോറിസ് വില്ലൻ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ചാടി വരുമ്പോൾ ആസ്തയാണെങ്കിൽ അവനെ കഴിഞ്ഞ് മുകളിലേക്ക് അങ്ങനെ പറന്നു വന്ന് അവനെ വെട്ടിയിടുകയാണ്. അവനാണെങ്കിൽ ഒരുപാട് ക്രിസ്റ്റലുകൾ ആസ്തയ്ക്ക് നേരെ അയക്കുമെങ്കിലും ആസ്തയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു ക്രിസ്റ്റൽസ് എല്ലാം ഡൈവേർട്ട് ചെയ്ത് അവന്റെ നേർക്ക് തന്നെ അയക്കും. ആസ്തയ്ക്കാണെങ്കിൽ എന്നിട്ടും കലി അടങ്ങാതെ അവന്റെ പിന്നാലെ പോയി ഓറഞ്ചും പൊറഞ്ചും അവനെ തല്ലി തല്ലി തൂക്കിയെടുത്ത് എറിയും. ആ സമയം ലക്കാണെങ്കിൽ അവന്റെ ക്ലൗൺസുകളെല്ലാം തല്ലി തകർക്കുകയാണ്. ഞങ്ങളെയാണോ നീ പവറില്ലാത്ത യൂസ്ലെസ് എന്ന് പറഞ്ഞത്? ഞങ്ങളുടെ പവർ എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ ഒറ്റകളെല്ലാം തല്ലി തകർക്കും. ഇവിടെ ആ സീനിയറിനാണെങ്കിൽ അവനോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഒരു സാധാരണ പയ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയോ? അതിനാ പ്രിൻസസ് ആണെങ്കിൽ അവനോട് പറയും, ആസ്തയുടെ പവർ ഒരു സാധാരണ പവറല്ല. അവന്റെ ആ പവർ ഉപയോഗിച്ച് ഏത് വലിയ പവറിനെ പോലും നള്ളിഫൈ ചെയ്യാൻ അവനെ കൊണ്ട് കഴിയുമെന്ന് പറയും. ഉടനെ ആ ഒരു തോട്ടിൽ നിന്ന് ഇപ്പോൾ ആ ഒരു വില്ലൻ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. ആസ്തയാണെങ്കിൽ അവനെ വീണ്ടും വെല്ലുവിളിക്കുമ്പോൾ അവന്റെ ഗ്രിമിയോർ പവർ ഉപയോഗിച്ച് അവനാണെങ്കിൽ ഒരുപാട് ക്രിസ്റ്റൽസുകൾ ആ ഒരു നദിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിൽ ആസ്തയെ ലോക്ക് ചെയ്യും. ആസ്തയാണെങ്കിൽ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുമെങ്കിലും ഇത്തവണ അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. ആ വില്ലൻ ആസ്തയോട് ചോദിക്കും, സത്യം പറ, നീ ആരാ? അതിന് ആസ്തയാണെങ്കിൽ മറുപടി പറയും, ഞാനൊരു സാധാരണക്കാരനാണ്. ഒരു സാധാരണ വില്ലേജിൽ യാതൊരു മന്ത്രശക്തിയും ഇല്ലാതെ ജനിച്ചു വളർന്നവൻ. പക്ഷെ എൻ്റെ ലക്ഷ്യം വളരെ വലുതാണ്. ഒരു വിസാർഡ് കിങ് ആയി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അത് നേടിയെടുത്തിരിക്കും. എൻ്റെ മരണം വരെ അത് മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യവും. അതിനുവേണ്ടിയായിരിക്കും ഞാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇവിടെ സീനിയർ ആണെങ്കിൽ അവൻ്റെ ലക്ഷ്യമൊക്കെ കേട്ട് അത്ഭുതപ്പെടും. അതുപോലെ തന്നെ ആ വില്ലനും മനസ്സിലാവും ഹീറോ നന്നായിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അവൻ അത്രയധികം അവനെ പുഷ് ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ആ മോറിസ് വില്ലനാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ നിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ മറുപടി പറയും, ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കട്ട് ചെയ്ത പ്രസന്റിൽ ആസ്തയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടു പറയും, ഈ ലോകത്തെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ പവർ മുഴുവൻ എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആസ്തയാണെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ എടുത്തു ചാടി വന്ന് അവന്റെ ക്രിസ്റ്റലിൽ ആഞ്ഞ് അടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവന്റെ ക്രിസ്റ്റലും അവനും ഒക്കെ തകർന്ന് താഴേക്ക് വീഴും. കട്ട് ചെയ്ത ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ യോനോടെ വിൻ പവറിനെ ക്രോസ് ചെയ്ത് ആസ്തയാണെങ്കിൽ അവന്റെ നേർക്ക് അങ്ങനെ പാഞ്ഞു വരികയാണ്. കട്ട് ചെയ്ത യോനോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത്, ആസ്ത നിനക്കൊരു മാറ്റവും ഇല്ല എന്ന് പറയും. ഇവിടെ ആസ്ത ആ വില്ലിന് നേരെ പാഞ്ഞടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.